ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ മിക്കപ്പോഴും ഒരു ഗെയിം ചേഞ്ചർ ഉണ്ടാവാറുണ്ട്, ഏർണിംഗ് സർപ്ലസ്. അതായത് കമ്പനികൾ അവരുടെ റിസൾട്ട് വെച്ച് മാർക്കറ്റ് സർപ്രൈസ് ചെയ്യും, എന്നിട്ട് അടുത്ത 6 മുതൽ 8 ക്വാർട്ടേഴ്സിൽ ഏർണിംഗ്സ് സസ്റ്റെയിൻ ചെയ്യും. അപ്പം ഈ ഒരു സമയത്താണ് ശരിക്കുള്ള മൾട്ടി ബാഗർ സ്റ്റോറീസ് ഒക്കെ എഴുതപ്പെടുന്നത്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോഴ്സ് മോട്ടോഴ്സ്, PG ഇലക്ട്രോപ്ലാസ്റ്റ്, അതൊരു ശക്തി പമ്പ്സ് ഒക്കെ. അപ്പൊ ഈ ഒരു കമ്പനികളൊക്കെ എന്താണ് ഏർണിംഗ് സർപ്രൈസ് നൽകിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ് അവർ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ അവരുടെ സ്റ്റോക്ക് പ്രൈസിൽ നല്ല റിട്ടേൺസ് അവർ നൽകിയിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ സ്റ്റോക്സ് ഒക്കെ വലിയ ഏർണിംഗ് സർപ്രൈസിന്റെ എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് ഈ അടുത്ത് ഏർണിംഗ് സർപ്രൈസ് നൽകിയ സ്റ്റോക്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. റിസർച്ച് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇവിടുത്തെ റിയൽ ക്വസ്റ്റ്യൻ ഇതാണ്, വെരിങ് ക്വാർട്ടേഴ്സിൽ ഈ ഒരു ഏർണിംഗ്സ് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ള കാര്യം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി വരുന്ന ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ TRIL ആണ്. അപ്പൊ നമുക്ക് ഏർണിംഗ് സർപ്രൈസ് നോക്കാം. Q1 ഫൈനാൻഷ്യൽ 2026 കമ്പനിയുടെ സെയിൽസ് ഇയർ ഓവർ ഇയർ 64% കൂടി 529 കോടിയായി. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 400 ബേസിസ് പോയിന്റ് കൂടി. അപ്പൊ ഇത് കമ്പനിയുടെ പ്രോഫിറ്റ് 3 ഇരട്ടിയാക്കി. അപ്പൊ കമ്പനി വലിയ ട്രാൻസ്ഫോമേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുവഴി അവർക്ക് ഫാക്ടറീസ്, റെയിൽവേസ്, അതുപോലെ പവർ ഗ്രിഡ്സിലൂടെ നല്ലപോലെ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം പലതരത്തിലുള്ള ട്രാൻസ്ഫോമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് പവർ, ഡിസ്ട്രിബ്യൂഷൻ, ഫർണേസ്, റെക്ടിഫയർ, സ്പെഷ്യൽ ട്രാൻസ്ഫോമേഴ്സ്, അതുപോലെ റിയാക്ടേഴ്സ്. അപ്പൊ കമ്പനിക്ക് അഹമ്മദാബാദിൽ 3 മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആണ് ഉള്ളത്. 25-ലധികം രാജ്യങ്ങളിലേക്ക് പ്രൊഡക്ട്സ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 പ്രകാരം കമ്പനിക്ക് 5246 കോടിയുടെ ഓർഡർ ബുക്ക് ഉണ്ട്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2025 ഫൈനാൻഷ്യൽ റവന്യൂവിന്റെ 260%. അപ്പം ഡൊമസ്റ്റിക് കസ്റ്റമർ ബേസിൽ പവർ ഗ്രിഡ്, NTPC, ടാറ്റ പവർ, അതിൽ JSW പോലത്തെ മെയിൻ കമ്പനീസ് ഉണ്ട്. അപ്പൊ കമ്പനിയുടെ സ്ട്രോങ് ഓർഡർ ബുക്ക് കാരണം Q1 ഫൈനാൻഷ്യൽ 2026 റവന്യൂ ഇയർ ഓവർ ഇയർ 64% കൂടി 529 കോടിയായി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയർ ഓവർ ഇയർ 109% കൂടി 88 കോടിയായി. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 400 ബേസിസ് പോയിന്റ് കൂടി 17%. അപ്പൊ മാർജിൻ കൂടാനുള്ള മെയിൻ കാരണം ബാക്ക് ബോർഡ് ഇന്റഗ്രേഷൻ, ഫെസിലിറ്റി ഓട്ടോമേഷൻ, അതിലെ റോ മെറ്റീരിയൽ സപ്ലൈസിൽ കൺട്രോൾ സ്റ്റേക്ക് എടുത്താണ്. അപ്പൊ ഇതൊക്കെ ഡിപ്പെൻഡൻസി കുറയ്ക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് ഗ്രോത്ത്, അതുപോലെ മാർജിൻ എക്സ്പാൻഷൻ കാരണം നെറ്റ് പ്രോഫിറ്റ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 219% കൂടി 67 കോടിയായി. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ എന്താണ്, കമ്പനിയുടെ കറന്റ് കപ്പാസിറ്റി 40,000 മെഗാവോൾട്ട് ആംബിയേഴ്സ് ആണ്. അതുപോലെ 22,000 മെഗാവോൾട്ട് ആംബിയേഴ്സ് ആഡ് ചെയ്യാനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്ത 15 മാസത്തിൽ കമ്പനി 550 കോടിയുടെ ക്യാപെക്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഓർഗാനിക്, അതുപോലെ ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ ഗ്രോത്ത് സപ്പോർട്ടിനായിട്ട്. ഇപ്പൊ സ്ട്രോങ് ഓർഡർ ബുക്ക് ഉള്ളതുകൊണ്ട് തന്നെ കമ്പനിക്ക് അടുത്ത 15 മുതൽ 18 മാസത്തിൽ റവന്യൂ വിസിബിലിറ്റി ഉണ്ട്. അതുപോലെ നിലവിലുള്ള OPM മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2025 ഫൈനാൻഷ്യലിൽ ബോറോയിങ്സ് 52% കൂടി 81 കോടിയായി. അതേസമയത്ത് ട്രേഡ് പേയബിൾസ് 71% കൂടി 412 കോടിയായി. ഫിക്സഡ് അസറ്റ്സ് 74% കൂടി. അപ്പം ഇത് കാണിക്കുന്ന കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് 5 കോടിയിൽ നിന്ന് 62 കോടിയായിട്ട് കൂടി. അപ്പൊ ഇത് സൂചിപ്പിക്കുന്ന കമ്പനിയുടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി എല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യമാണ്. ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് കാരണം ഇൻവെസ്റ്റ്മെന്റ്സ് 4 കോടിയിൽ നിന്ന് 268 കോടിയായിട്ട് വളർന്നു. പ്രൊഡക്ഷൻ സ്കെയിൽ ചെയ്തപ്പോൾ ഇൻവെന്ററി ലെവൽ നല്ലപോലെ കൂടി. റിസീവേഴ്സ് 24% ഇടിഞ്ഞത് കാണിക്കുന്ന ക്യാഷ് കളക്ഷൻ ഇംപ്രൂവ് ആയത് തന്നെയാണ്. ഇപ്പൊ ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് 441% കൂടി 157 കോടിയായി. 44% പ്രോഫിറ്റ് എന്താണ് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പേയബിൾസ് കൂടിയത് ക്യാഷ് ഫ്ലോനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതേസമയത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ്, റിസീവബിൾസും ഇൻവെന്ററീസും പ്രഷർ ഉണ്ടാക്കിയിട്ടുണ്ട്. 2025 ഫൈനാൻഷ്യലിൽ ഡെറ്റേഴ്സ് ഡേ നമ്മൾ നോക്കുവാണെങ്കിൽ 174 ദിവസം നിന്ന് 85 ദിവസമായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ പേയബിൾസ് 95 ദിവസം നിന്ന് 109 ദിവസമായിട്ട് കൂടി. അപ്പോൾ ഇത് ക്യാഷ് സൈക്കിളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി ഇവരുടെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. TRIയുടെ ട്രാൻസ്ഫോമർ പാർട്സിലുള്ള സ്പെഷ്യൽ ഐറ്റംസ് ലിമിറ്റഡ് സപ്ലൈസിനാണ് കിട്ടുന്നത്. സോ സപ്ലൈ ചെയിനിൽ ഒരു ഡിസ്റപ്ഷൻ വന്ന ഓപ്പറേഷൻസ് അത് റിസ്കിലാവും. കൂടാതെ കമ്പനി ക്രെഡിറ്റ് ടേംസ് 6 മാസത്തിലധികം വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ നീട്ടും. അപ്പൊ ബിസിനസ് എന്താണ് ഓൾറെഡി വർക്കിംഗ് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയതുകൊണ്ട് തന്നെ ഇതൊരു റിസ്ക് ആണ് ഇവിടെ. ഇനി നമ്മുടെ അടുത്ത കമ്പനി വന്ന് ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ ആണ്. ഏർണിംഗ് സർപ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ Q1 ഫൈനാൻഷ്യൽ 2026 കമ്പനിയുടെ സെയിൽസ് ഇയർ ഓവർ ഇയർ 118% കൂടി 355 കോടിയായി. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 700 ബേസിസ് പോയിന്റ്സ് കൂടി. അപ്പൊ ഇത് കമ്പനിയുടെ പ്രോഫിറ്റ് 2.4 മടങ്ങ് കൂട്ടി. അപ്പൊ ഇതൊരു B2B ഫാർമ കമ്പനിയാണ്. ഇവർ APIs, ഫാർമ ഇന്റർമീഡിയറ്റ്സ്, കോൺടാക്ട്സ് മീഡിയ ഇന്റർമീഡിയറ്റ്സ്, അതിൽ സാക്കറിൻ സ്വീറ്റ്നേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്പനി CDMO മോഡലിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഫാർമ കമ്പനികൾക്കായിട്ട് ഇൻഗ്രീഡിയൻസ്, അതുപോലെ തന്നെ കസ്റ്റം സിന്തസിസ് സർവീസസ് നൽകുന്നുണ്ട് ഇവര്. ഇപ്പൊ ഡയഗ്നോസ്റ്റിക് ഇമേജിന് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺട്രാസ്റ്റ് മീഡിയ ഇന്റർമീഡിയറ്റ്സിനായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്പോർട്ടർ ആണ് ഇവര്. ഇപ്പം കമ്പനിക്ക് ഏതാണ് 4 സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ 30-ലധികം രാജ്യങ്ങളിലേക്ക് എന്താണ് അവരവരുടെ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇനി കമ്പനിയുടെ മെയിൻ ബിസിനസ് സെഗ്മെന്റ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിന്റെ മാനുഫാക്ചറിംഗ് ആണ്. പ്രൊഡക്റ്റ് കാറ്റഗറി സെയിൽസ് വരുന്നത് ഇങ്ങനെയാണ്.
മെജോറിറ്റി റവന്യൂ എക്സ്പോർട്ടിൽ നിന്നാണ് വരുന്നത്. ഫ്രാൻസ് 42% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നോർവേ 34%. ഒക്ടോബർ 1 തൊട്ട് US ഫാർമ ഇമ്പോർട്ടിന് 100% താരിഫ് ഇമ്പോസ് ചെയ്യും. അപ്പോൾ കമ്പനിക്ക് US, ഇറ്റലി, സ്വീഡൻ അതുപോലെ ബാക്കിയുള്ള മാർക്കറ്റിലേക്ക് 11% മാത്രമേ എക്സ്പോഷർ ഉള്ളൂ. സോ അവരുടെ US എക്സ്പോഷർ ഇവിടെ ലിമിറ്റഡ് ആണ്. ഇനി നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുമ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 കമ്പനിയുടെ റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ 117% കൂടി 355 കോടിയായി. അപ്പൊ ഇതിന് കാരണം ഫാർമ, ഇന്റർമീഡിയറ്റ്സ് അതുപോലെ API കാറ്റഗറിയിലെ വോളിയം കൂടിയതുകൊണ്ടാണ്. അപ്പം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇവിടെ ഇയർ ഓവർ ഇയർ 175% കൂടി 121 കോടിയായി. അതുപോലെ തന്നെ സെയിൽസ് വോളിയം കൂടിയതുകൊണ്ടും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 700 ബേസിസ് പോയിന്റ്സ് കൂടി 34%. എന്നാൽ ക്വാർട്ടർ ഓപ്പറേറ്റിംഗ് മാർജിൻ ഇവിടെ ഇടിഞ്ഞു, കാരണം പ്രൊഡക്ഷൻ ടൈമിംഗ് അഡ്ജസ്റ്റഡ് ആയിരുന്നു. ഇപ്പൊ ഇൻവെന്ററി നോർമൽ ലെവലിലേക്ക് തിരിച്ചുപോയി. അത് ലോ മാർജിൻ പ്രൊഡക്റ്റ് ഒക്കെ കൂടുതൽ ഇവിടെ വിറ്റു. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അവരവരുടെ നിലവിലെ ഗ്രോത്ത് അതുപോലെ മാർജിൻ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ സെക്കൻഡ് ഹാഫ് ഇയർ ഫൈനാൻഷ്യൽ 2026 അവരുടെ പ്രൊഡക്റ്റ് കാറ്റഗറി ലൈക്ക് ഇപ്പോൾ ഫാർമ, ഇന്റർമീഡിയറ്റ്സ്, APS അതിന്റെ സ്വീറ്റ്നസിൽ സ്ട്രോങ് വോളിയം പ്രതീക്ഷിക്കുന്നുണ്ട്. 2025 ഫൈനാൻഷ്യലിൽ കമ്പനിയുടെ ഫിക്സഡ് അസറ്റ് 74% കൂടി 300 കോടിയായി. അപ്പൊ കപ്പാസിറ്റി വളരുന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇൻവെന്ററീസ് 103% വളർന്നു. അതുപോലെ റിസീവബിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 97%. അപ്പൊ കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിൽസ് ഗ്രോത്ത് നേടാനായിട്ട് ഇത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം. പക്ഷെ നമ്മൾ ശ്രദ്ധയോടെ നോക്കണം. അതുപോലെ തന്നെ ഓരോ ക്വാർട്ടറിലും നമ്മൾ ഇത് മോണിറ്റർ ചെയ്യണം. ഇവിടെ ക്യാഷ് ഫ്രോം ഓപ്പറേഷൻസ് 80% ഇടിഞ്ഞ് 46 കോടിയായി. CFO ആസ് എ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻസ് 8850 ബേസിസ് പോയിന്റ് ഇടിഞ്ഞ് 11%. അപ്പൊ കമ്പനിയിൽ നിന്ന് ക്യാഷ് റിയലൈസേഷൻ വീക്ക് ആണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ സെയിൽസ് കൂടുന്നതിന്റെ ഒപ്പം തന്നെ ഇൻവെന്ററിയും റിസീവബിൾസും ഇവിടെ കൂടി. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡെറ്റേഴ്സ് ഡേ അതുപോലെ ഇൻവെന്ററി ഡേയ്സ് കൂടുന്നുണ്ട്. കമ്പനിയുടെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 206 ദിവസത്തിൽ നിന്ന് 262 ദിവസമായിട്ട് കൂടി. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ക്യാഷ് റിയലൈസേഷൻ നല്ല രീതിയിൽ ഡിലേ ആവും എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനി ഇവിടെ ഷോർട്ട് ടേം ലോണിലേക്കൊക്കെ ആശ്രയിക്കേണ്ടതായിട്ട് ഇവിടെ വരും. ഇനി നമുക്ക് കമ്പനിയുടെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പൊ ഇവരുടെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ റിസ്ക് ആണ്. അതായത് മെജോറിറ്റി റവന്യൂ യൂറോപ്പിൽ നിന്നാണ് വരുന്നത്. ഇപ്പം അവിടെ എന്തെങ്കിലും ഒരു ഡിമാൻഡ് സ്ലോ ഡൗൺ വരുവാണ് അല്ലെങ്കിൽ റെഗുലേഷൻ ചേഞ്ച് ഒക്കെ വന്നുവാണെങ്കിൽ അത് എക്സ്പോർട്ടിനെ ഡയറക്ട്ലി ഇവിടെ ബാധിക്കാം. കൂടാതെ കറൻസി റിസ്ക്കും ഒരു മെയിൻ ഫാക്ടർ ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പം അടുത്തൊരു ചലഞ്ച് വരുന്നത് വളർന്നുകൊണ്ടിരുന്ന സെയിൽസ് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ കമ്പനി അവരുടെ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സെയിൽസ് കൂട്ടാനായിട്ട് അവർ നോക്കുന്നുണ്ട്. അപ്പൊ ഇത് കാരണം റിസീവബിൾസ് ഇവിടെ കൂടുന്നുണ്ട്, അതുപോലെ ക്യാഷ് ഫ്ലോയിനെ ബാധിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കമ്പനി വന്ന് ആശാപുര മൈൻകം ആണ്. അപ്പൊ ഒരു ഏർണിംഗ് സർപ്രൈസ് റിമാർക്കബിൾ ആയിരുന്നു. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 കമ്പനിയുടെ സെയിൽസ് ഇയർ ഓവർ ഇയർ 90% കൂടി 1356 കോടിയായി. അതൊരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 100 ബേസിസ് പോയിന്റ്സ് ആയിട്ട് കൂടി. അപ്പൊ ഇത് കമ്പനിയുടെ പ്രോഫിറ്റ് ഇരട്ടിയാക്കി. അപ്പൊ ഇത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൾട്ടി മിനറൽ കമ്പനിയാണ്. അപ്പൊ ഇവർ മൈനിങ് ടു പ്രോസസിംഗ് വാല്യൂ ആഡഡ് മിനറൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മെയിൻ പ്രൊഡക്ട്സ് വരുന്നതാണ് ബെന്റോനൈറ്റ്, കലോയിൻ, സെലോയിഡ്സ്, അതുപോലെ ബ്ലീച്ചിങ് ക്ലേയും. അപ്പൊ ഇതൊക്കെ സോപ്പ്, സെറാമിക്സ്, എഡിബിൾ ഓയിൽ, ഫാർമ ഇൻഡസ്ട്രിയിലേക്കൊക്കെ അതുപോലെ സ്റ്റീൽ ഇൻഡസ്ട്രിയിലേക്കൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോക്സൈറ്റ് എക്സ്പോർട്ടിൽ കമ്പനി 15% ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിൽ ലോകത്തെ 3rd ലാർജസ്റ്റ് ബെന്റോനൈറ്റ് പ്രൊഡ്യൂസർ ആണ്. അതുപോലെ ഇന്ത്യയിലെ 2nd ലാർജസ്റ്റ് കലോയിൻ പ്രൊഡ്യൂസർ ആണ്. അപ്പൊ കമ്പനി റോ മെറ്റീരിയൽ പ്രോസസ് ചെയ്യുന്നുണ്ട്. അതുപോലെ 800-ലധികം രാജ്യങ്ങളിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്പനിയുടെ മെയിൻ ബിസിനസ് സെഗ്മെന്റ് മിനറൽ മൈനിങ് തന്നെയാണ്. അപ്പൊ പല വെറൈറ്റി ഉള്ള മിനറൽസ് അവർ റവന്യൂ നേടുന്നുണ്ട് ഇവിടെ. അപ്പൊ ഏറ്റവും വലിയ ഷെയർ ബെന്റോനൈറ്റിൽ നിന്നാണ് വരുന്നത് 45%. അതുപോലെ ബ്ലീച്ചിങ് എർത്ത് 28%. ഇവിടെ കമ്പനിയുടെ മെജോറിറ്റി റവന്യൂ എക്സ്പോർട്ടിൽ നിന്നാണ് വരുന്നത്. 82% ഇത് അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യ 15% മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ ഇവിടെ. ഇനി നമ്മൾ അവരുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ Q1 ഫൈനാൻഷ്യൽ 2026 കമ്പനിയുടെ റവന്യൂ നമ്മൾ നോക്കുവാണെങ്കിൽ 90% കൂടി 1356 കോടിയായി. അപ്പൊ ഈ ഒരു ഗ്രോത്തിന് മെയിൻ കാരണം കമ്പനിയുടെ ഗിനി ഓപ്പറേഷനുള്ള സ്ട്രോങ് ബോക്സൈറ്റ് സെയിൽ കാരണമാണ്. കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇയർ ഓവർ 109% കൂടി 182 കോടിയായി. അതിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 100 ബേസിസ് പോയിന്റ്സ് ആയിട്ട് കൂടിയിട്ട് 13%. അപ്പൊ മാർജിൻ ഇംപ്രൂവ്മെന്റ് മെയിൻ കാരണം പ്രൊഡക്ഷൻ കൂടിയത് തന്നെയാണ്. അത് ഓപ്പറേഷനിൽ കോസ്റ്റ് എഫിഷ്യൻസി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. അപ്പൊ ഗ്രോത്തിന്റെ ടേംസിൽ ഇന്ത്യയിലുള്ള ഗ്രോത്ത് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ കമ്പനി ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ബോക്സൈറ്റ് റിസർവ് ആയതുകൊണ്ട് തന്നെ ഗിനിയാണ് തെരഞ്ഞെടുത്തത്. അപ്പം 2016 തൊട്ട് കമ്പനി അവിടെ ബോക്സൈറ്റ് അതിൽ അയൺ മൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്പനി ക്ലെയിം ചെയ്തിട്ടുണ്ട് നിലവിലുള്ള അവരുടെ ഫൈനാൻഷ്യൽ മെട്രിക്സ് ഭാവിയിലേക്കും കണ്ടിന്യൂ ചെയ്യുന്നതാണ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഇനി നമുക്ക് അവരുടെ ബാലൻസ് ഷീറ്റിലേക്ക് വരുവാണെങ്കിൽ 2025 ഫൈനാൻഷ്യലിൽ കമ്പനിയുടെ ഫിക്സഡ് അസറ്റ് 133% കൂടി 1349 കോടിയായി. അതായത് ഏകദേശം 2.3 മടങ്ങ് കൂടി. അപ്പൊ ഇതിനൊരു മെയിൻ കാരണം ഗിനി അതുപോലെ തന്നെ ഇന്ത്യയിൽ ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അവർ പ്ലാന്റ് ആൻഡ് മെഷീനറി ക്യാപെക്സ് കൊണ്ടാണ് അത് സംഭവിച്ചത്. അതേസമയത്ത് പ്രോജക്ട് ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് തന്നെ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് 504 കോടിയിൽ നിന്ന് 55 കോടിയായിട്ട് കുറഞ്ഞു. ഇപ്പൊ ട്രേഡ് റിസീവൽസ് ഓൾമോസ്റ്റ് ഇരട്ടിയായി
6 മാസത്തിലധികമുള്ള റിസീവബിൾസ് 130% കൂടി. അപ്പൊ ഇത് സൂചിപ്പിക്കുന്ന കമ്പനി കൂടുതൽ ക്രെഡിറ്റ് കസ്റ്റമേഴ്സിന് നൽകാൻ വേണ്ടി തുടങ്ങി എന്നുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് 27% കൂടി 188 കോടിയായി. CFO ആസ് എ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻസ് 600 ബേസിസ് പോയിന്റ്സ് കൂടി 49%. അപ്പൊ ഇത് കാണിക്കുന്ന കമ്പനി ഏകദേശം അവരുടെ പകുതിയോളം പ്രോഫിറ്റ് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ്. എന്നാൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ റിസീവബിൾസ് അതുപോലെ ഇൻവെന്ററീസ് കൂടുന്ന ക്യാഷ് ഫ്ലോനെ ബാധിച്ചിട്ടുണ്ട്. അതേസമയത്ത് എന്താണ് പേബിൾസ് കുറച്ച് സപ്പോർട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ കമ്പനി നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ റിസ്ക് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 70%-ലധികം റവന്യൂ ഗിനിയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇത് ഭാവിയിൽ ബോക്സൈറ്റ് അതിൽ EV ഡിമാൻഡിനൊക്കെ ആശ്രയിച്ചിരിക്കും. അപ്പൊ ഗിനിയിലെ ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് കാരണം എന്താണ് 4 മുതൽ 5 മാസം മൺസൂൺ സീസൺ ഉണ്ടാവും. അപ്പൊ ഇത് മൈനിങ് അതുപോലെ ലോജിസ്റ്റിക്സിനെയൊക്കെ ബാധിക്കും. ഇനിയിപ്പം അടുത്തൊരു മെയിൻ റിസ്ക് നമ്മുടെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഷാർപ്പായിട്ട് കൂടിയതാണ്. 12 ദിവസം നിന്ന് 103 ദിവസമായിട്ടോട് കൂടി. അപ്പൊ ഇതിനൊരു മെയിൻ കാരണം ഇവരുടെ ഡെറ്റേഴ്സ് ഡേ ഇരട്ടിയോളം ആയതാണ്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്ന ക്യാഷ് റിയലൈസേഷൻ എന്താണ് ഇവിടെ ഡിലേ ആയതാണ്. അപ്പൊ ഇത് കാരണം കമ്പനിക്ക് ഷോർട്ട് ടേം ലോണിലേക്കൊക്കെ എന്താണ് ആശ്രയിക്കേണ്ടതായിട്ട് വരും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ TRIL, ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ, അതുപോലെ ആശുപുരം മൈൻകം പോലത്തെ കമ്പനീസ് ആണ് നോക്കിയത്. അപ്പൊ ഈ ഒരു കമ്പനീസ് എങ്ങനെയാണ് ഏർണിംഗ് സർപ്രൈസ് നൽകിയത്, അതുപോലെ എങ്ങനെയാണ് അവർ ഗ്രോത്തും റിസ്ക്കും ട്രാക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഇന്ന് നോക്കി. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ വെരിംഗ് ക്വാർട്ടറിൽ ഏതൊക്കെ കമ്പനിയാണ് നിങ്ങൾ മോണിറ്റർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടൊന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.